യുവത്വത്തിന്റെ ഊർജ്ജത്തിൽ നേരിന്റെ രാഷ്ട്രീയം കൊണ്ട് കേരള പുതുരാഷ്ട്രീയ ചരിത്രത്തിന്റെ വീഥികളിൽ കയ്യൊപ്പ് ചാർത്തിയ യുവ വ്യക്തിത്വമാണ് പി.കെ. ഫിറോസ്. മുസ്ലിം സ്റ്റുഡന്റ് ഫെഡറേഷന്റെ പ്രസിഡന്റായി നിന്നുകൊണ്ട് അദ്ദേഹം നയിച്ച പോരാട്ടങ്ങൾ എന്നും കേരളത്തിൽ ഏറെ ചലനങ്ങൾ സൃഷ്ടിച്ചിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താനൂർ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ചെങ്കിലും വി. അബ്ദുൾ റഹ്മാനോട് പരാജയപ്പെടുകയായിരുന്നു. പക്ഷേ ഫിറോസ് താനൂർ മണ്ഡലത്തിലും കേരള രാഷ്ട്രീയത്തിലും ഉണ്ടാക്കിയ ചലനങ്ങൾ എന്നും പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഗവൺമെന്റിനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഫിറോസ് നയിച്ച അനേകം സമര പോരാട്ടങ്ങൾ സർക്കാരിനെ ഏറെ പ്രതിരോധത്തിലാക്കിയിരുന്നു. 2023 സേവ് കേരള പ്രതിഷേധത്തിൽ സെക്രട്ടേറിയറ്റ് മുന്നിൽ നടത്തിയ സമരത്തിൽ അറസ്റ്റ് വരിച്ചു. കേരളത്തിലെ ആരോഗ്യ വകുപ്പിലെ അനധികൃത നിയമനങ്ങളെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നതും ദി കേരള സ്റ്റോറി പ്രദർശനത്തിനെതിരെ നടത്തിയ പ്രക്ഷോഭവും മന്ത്രി കെ.ടി. ജലീലിന്റെ രാജിയിലേക്ക് നയിച്ച ഇടപെടലും AI ക്യാമറ തട്ടിപ്പ് നടത്തിയ പ്രതിഷേധങ്ങളും തുടങ്ങി ചെറുതും വലുതുമായ സമരങ്ങളുടെ മുൻനിരയിൽ എന്നും ഫിറോസ് ഉണ്ടായിരുന്നു. കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലം സ്വദേശിയായ ഫിറോസ് കേരള സർവകലാശാലയിൽ നിയമവിദ്യാഭ്യാസം പൂർത്തിയാക്കി ഇപ്പോൾ അഭിഭാഷകനായി പ്രവർത്തിക്കുകയാണ്. മുസ്ലിം ലീഗിന്റെ ഈ യുവ നേതൃത്വം 2021 താനൂർ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിത്വ പരിഗണന വന്നപ്പോൾ താനൂരിലെ ഭൂരിപക്ഷം വരുന്ന മുസ്ലിം വിഭാഗത്തിന് മുന്നിൽ UDFന് മറിച്ചൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. പി.കെ. ഫിറോസിലേക്ക് UDF എത്തുകയായിരുന്നു. പക്ഷേ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം മാറി മറിഞ്ഞപ്പോൾ ഫിറോസ് അവിടെ പരാജയപ്പെട്ടുവെങ്കിലും പി.കെ. ഫിറോസ് ഉണ്ടാക്കിയ UDF തരംഗം അവിടെ ചില്ലറയല്ല. ഇഞ്ചോടിഞ്ച് നടന്ന പോരാട്ടത്തിൽ കേവലം 1000-ൽ താഴെ വോട്ടുകൾക്കാണ് ഫിറോസ് അന്ന് അവിടെ പരാജയപ്പെട്ടത്. വീണ്ടും ഒരംഗത്തിന് ഒരുങ്ങുന്ന ഫിറോസിനെ താനൂരിൽ മാത്രമല്ല ലീഗ് പരിഗണിക്കുന്നത്. മലപ്പുറത്തെ മറ്റ് 2 സീറ്റുകളിലും ആവശ്യമെങ്കിൽ എറണാകുളത്തെ ലീഗിന് ലഭിക്കുന്ന സീറ്റിലും ഫിറോസിനെ പരിഗണിക്കാൻ ലീഗിന് ഉദ്ദേശമുണ്ട്. ഇതിന്റെ അന്തിമ തീരുമാനം ഇലക്ഷനോടനുബന്ധിച്ച് നടക്കുന്ന ഉഭയകക്ഷി ചർച്ചകളിലായിരിക്കും തീരുമാനിക്കുക. ലീഗിന്റെ യുവജന സംഘടനകളിൽ മാറ്റത്തിന്റെ കാറ്റ് വീശുന്ന ഇക്കാലയളവിൽ കൂടുതൽ വനിതാ പ്രാതിനിധ്യം നൽകാനുള്ള ഒരുക്കത്തിലാണ് ലീഗ്. ഇതിന് മുൻകൈയെടുത്ത വ്യക്തിത്വമാണ് ഫിറോസ്. മാറുന്ന കാലത്തിനനുസരിച്ച് പാർട്ടിയെ മാറ്റിയെടുക്കുക എന്ന ഉദ്യമത്തോടു കൂടിയാണ് ഫിറോസിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ഫിറോസിന്റെ മറ്റൊരു പ്രത്യേകത എടുത്തു പറയേണ്ടത് സാധാരണ ആളുകൾക്ക് വേണ്ടി ഒപ്പം നിൽക്കുകയും അവർക്ക് വേണ്ടി എപ്പോഴും പോരാടുകയും ചെയ്യുന്ന വ്യക്തിത്വം എന്ന നിലയിൽ ആബാലവൃത്തം ജനങ്ങളുടെ ഇടയിൽ മതിപ്പ് നേടാനും ഈ യുവ നേതാവിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലീഗ് നേതൃത്വവും ഏറെ പ്രതീക്ഷയിലാണ്. ഫിറോസിന്റെ ഈ വ്യക്തിത്വ പ്രഭാവം അടുത്ത തിരഞ്ഞെടുപ്പിൽ ഏത് മണ്ഡലത്തിലായാലും പ്രതിഫലിക്കും എന്നും മുൻകാലത്തെ പരാജയം ആവർത്തിക്കാതെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കയറും എന്നതും തർക്കമില്ലാത്ത കാര്യമാണ്.